പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ ആദ്യ ദിവസം മാനസാന്തരത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെയും ഒരു വിശുദ്ധയാത്ര ആരംഭിക്കുന്നു. പക്ഷികളിൽ ഏറ്റവും ദൈർഘ്യമേറിയ ആയുസ് കഴുകനാണ്. 70 വർഷം വരെ കഴുകൻ ജീവിക്കുന്നു. എന്നാൽ ഈ പ്രായം വരെ ജീവിക്കാൻ അത് കഠിനമായ ഒരു തീരുമാനം എടുക്കണം. 40കളിൽ കഴുകന്റെ നഖങ്ങൾ ഇരയെ പിടിക്കാൻ കഴിയാത്ത വിധം വളഞ്ഞതായി തീരുന്നു. അതിൻ്റെ കൊക്ക് ഭക്ഷണം കീറിമുറിക്കാൻ കഴിയാത്തത്ര വളയുന്നു. അതിൻ്റെ കനത്ത തൂവലുകൾ പറക്കൽ ബുദ്ധിമുട്ടാക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ കഴുകന്റെ മുൻപിൽ 2 തിരഞ്ഞെടുപ്പുകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ മാറ്റത്തിന് വിധേയമാവുക. ഇത് തിരിച്ചറിയുന്ന കഴുകൻ തൻ്റെ പർവ്വതമുകളിലെ കൂട്ടിലേക്ക് പിൻവാങ്ങി വേദനാജനകമായ ഒരു പുതുക്കൽ പ്രക്രിയ ആരംഭിക്കുന്നു. അത് അതിൻ്റെ കൊക്ക് പാറയിൽ ഉരച്ച് കൂടുതൽ മിനുസമുള്ളതാക്കുന്നു. പുതിയത് വളരാൻ കാത്തിരിക്കുന്നു. പഴയ നഖങ്ങൾ പിഴുതെടുക്കുന്നു. അതിൻ്റെ കനമേറിയ പഴയ തൂവലുകൾ ഓരോന്നായി പറിച്ചെടുക്കുന്നു. 150 ദിവസത്തെ വേദന, ഒറ്റപ്പെടൽ, നിശബ്ദത. എന്നാൽ ഈ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ കഴുകൻ വീണ്ടും കൂടുതൽ ശക്തിയോടെ പറന്നുയരുന്നു. പിന്നീടത് കൂടുതൽ വർഷങ്ങൾ ജീവിക്കുന്നു. ഇപ്രകാരം നോമ്പ് നമ്മെ സത്യസന്ധമായ ആത്മപരിശോധനയുടെ ഒരു കാലത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മിൽ ഭാരമായി വളർന്നിരിക്കുന്ന ശീലങ്ങൾ, ഭയങ്ങൾ, ബന്ധനങ്ങൾ ഇവ ഏതൊക്കെയെന്ന് തിരിച്ചറിയുവാൻ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവം നമ്മെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വിളിക്കുമ്പോൾ നമ്മെ താഴെ നിർത്തുന്ന അനുഭവങ്ങളോട് നാം വിട പറയണം. കഴുകനെ പോലെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന പരിചിതമായതിൽ പറ്റി നിൽക്കാൻ നാം പലപ്പോഴും പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ അത്തരം പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നാം ബോധപൂർവം പരിശ്രമിക്കണം. എന്നാൽ ഈ പ്രക്രിയ വേദനാജനകമാണ്. വീണ്ടും വലിയ നോമ്പിന്റെ 50 ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ വേദന നിറഞ്ഞ പരിവർത്തന പ്രക്രിയയിൽ പങ്കുകാരാകുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉപേക്ഷിക്കാനുള്ള ധൈര്യമുള്ളവർക്ക് മാത്രമേ പുതിയത് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏവർക്കും അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. സസ്നേഹം, ഈപ്പനച്ചൻ.